വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. മോട്ടോ വ്ളോഗിങ് സെറ്റപ്പൊക്കെ എടുത്തു. ഏകദേശം ഒരു 1 or 2 വീക്ക് ആയി കയ്യിരിക്കുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് കുറേ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് നോക്കി. പക്ഷേ മൈക്കിൻ്റെ ഒരു വിഷയമായിരുന്നു. അത് പഠിച്ചു വന്നേ ഉള്ളായിരുന്നു. റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിന് സൗണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നാണ് ഇത് സ്റ്റാൻഡേർഡ് മൈക്കിലിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് മൈക്ക് ഇട്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊക്കെ പ്രതീക്ഷിക്കാം. ഇന്ന് അധികം തിരക്കില്ല. മറ്റേ ഹർത്താലൊക്കെ ആയിട്ട് ഇവിടെ എല്ലാ കടകളും വണ്ടികളൊക്കെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. വണ്ടി ഏകദേശം 7513 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അടുത്ത 4th സർവീസ് ഓടാൻ കാണും. ഈ അടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഒരു 10,000 കിലോമീറ്റർ ആകുമ്പം ഇതിൻ്റെ ഒരു ഫുള്ള് ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടിയൊരു ലോങ് ടൈം, അതായത് ഒരു 3rd സർവീസ് വരെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്യുമ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റും ടോപ്പ് സ്പീഡും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും ഞാൻ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു സീരീസ് പോലെ കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. അതായത് ഡെയിലി ഒരു കാഷ്വൽ മോട്ടോ വ്ളോഗായിട്ട് ഒരു സീരീസ് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെരി ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും നമ്മൾ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ ആളാണ് ഞാൻ. ഏകദേശം 3 വർഷമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ ഇട്ട് ഇത്രയും സബ്സ്ക്രൈബറൊക്കെ ആയെങ്കിലും മോട്ടോ വ്ളോഗൊക്കെ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. ഒരു കുഴപ്പമില്ല. അതിപ്പോൾ നല്ലതാണേലും എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. എനിക്കറിയത്തില്ല ഇത് ഇനി എത്ര പേര് കാണുമെന്ന്. കാരണം ഈ 15K സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഏകദേശമായിട്ട് 1 ഇയറായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. ഈ സ്വന്തമായിട്ട് ചെയ്യാനെന്നുള്ളൊരു പ്ലാൻ തുടങ്ങിയിട്ട് കുറച്ചാളേ ഉള്ളൂ. അതിനുശേഷമാണ് ബൈക്ക് എടുത്തതും. പിന്നെ GoPro എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലാഗായി പോയി. GoPro എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലാഗായിപ്പോയി. അതാണൊരു വീഡിയോ ഒന്നും ഇടാഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് പോവും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. കാരണം ഈ 50K സബ്സ്ക്രൈബറിൽ നിന്നൊന്നും എനിക്കിപ്പോൾ അധികം വ്യൂസൊന്നും കിട്ടുന്നില്ല. എനിക്ക് മിക്കവാറും വ്യൂസൊക്കെ ഞാൻ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് പുറത്തുനിന്നാണ് വ്യൂ കിട്ടുന്നത്. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂസാണ് കൂടുതലും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം തളർന്നിരിക്കുന്ന ഒരുത്തനാണ്. വളരാൻ അനുവദിച്ചൂടെ നമുക്ക്? ഓൻ്റെ ഒരു കമ്പാക്ക് പരിപാടിയല്ലടാ, ഒന്ന് കണ്ടോക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു കരുത്ത്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ ഓഡിയോ ഒക്കെ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. കാരണം 3-4 വീഡിയോ എടുത്തിരുന്നു. 3-4 വീഡിയോ എടുത്തപ്പോഴും കുറേയൊക്കെ നിന്ന് സംസാരിച്ച് വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ
വീഡിയോ ഇല്ലാത്തൊരവസ്ഥ, വീഡിയോയ്ക്ക് ഓഡിയോ ഇല്ല. അതിനുശേഷം പിന്നെ ടൈമും കിട്ടിയില്ല. അപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാനും പറ്റിയില്ല. ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ഓഡിയോ ഭയങ്കര നോയ്സാണ്, ഇരപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് അധികം ആരും കണ്ടതുമില്ല. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഷോർട്സിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോസ് ഇടുമ്പോൾ അധികം റീച്ചിലേക്ക് എത്തുന്നില്ല. അതാണൊരു പ്രശ്നം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ, ആരെങ്കിലും വീഡിയോ ഒക്കെ കാണുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കണ്ടൻറ്റൊക്കെ ഇനിയും ഇടണം, ട്രാവലോഗ് ചെയ്യണം, ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഒക്കെ ചെയ്യണമെന്നിങ്ങനെ മൈൻഡിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ പറയാനായിട്ട്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.